ഒത്തിരി പേര് നമസ്കരിച്ചിട്ടുള്ള ആളാണ്. അത് കാരണം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. ഒരു പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തി മാത്രമാണ്. അവരെ അടിമകളാക്കുക. അപ്പോൾ കാലെ നമസ്കരിക്കുമ്പോഴും ഒരു കാര്യം കൊണ്ട് ആലോചന, അവർ ചിലപ്പോൾ കാലും കൊണ്ട് പൊങ്ങിയെന്നും വരും. നമസ്കാരവും കാല് വാരലും ഒരേപോലെ ഒരേ ആളുകൾ ചെയ്യുമെന്നും കൂടെ അറിയണം. അത് ഇതിനകത്ത് അറിയണം. അല്ലാതെ നമ്മൾ ഈ കുറച്ച് പേര് നമ്മളെ പുകഴ്ത്തി പറഞ്ഞത് കാരണം കൊണ്ടോ അപ്രിസിയേഷൻ കാണിച്ചത് കാരണം കൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കാനൊന്നുമില്ല. 1 കോടി പേര് ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കൂടുന്ന വഴി കുറച്ച് ഗുണമുണ്ടാകും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് ഇത്രയും പേരുടെ ലോകത്തുള്ള 800 കോടി ജനത്തിനകത്ത് 1 കോടി ആള് പോയിട്ട് ഒരു 2-3 ലക്ഷം മനുഷ്യരല്ലയോ അറിയുള്ളൂ. കേരളത്തിനകത്ത് 2-3 ലക്ഷം മനുഷ്യർക്ക് തന്നെ അറിയാം, അത്രയല്ലേ ഉള്ളു. കോടിയായിട്ടില്ല. കേരളത്തിലുള്ള 3.5 കോടി ജനമുണ്ട്, ഇന്ത്യ 142 കോടി ജനമുണ്ട്, ലോകത്ത് 800 കോടി ജനമുണ്ട്. നമ്മൾ ആരെ അറിയുന്ന കാര്യമൊക്കെയാണ് ഈ പറയുന്നത്. ഇനി ഈ സമയത്ത് അറിഞ്ഞാൽ ഞാൻ മരിച്ചു പോയിട്ടൊരു 50 കൊല്ലം കഴിഞ്ഞ് മഷിയിട്ട് നോക്കേണ്ടി വരും ഇങ്ങനെ ഒരുത്തനോട് ഉണ്ടായിരുന്നതല്ല. പിന്നെ ഈ കഥയൊക്കെ എഴുതി ബുദ്ധനെയൊക്കെ പറ്റിയൊക്കെ കഥയൊക്കെ എഴുതി വെച്ച് കവിതയൊക്കെ എഴുതി വെച്ച ഉണ്ടായത്. അല്ലാതെ ബുദ്ധന്റെ ജീവിതകാലത്ത് ബുദ്ധനെ എത്ര പേർക്ക് അറിയും? ഒരു 500 പേർക്ക് അറിയും. യേശു ക്രിസ്തുവിനെ ഒരു 200 പേർക്ക് അറിയും, അത്രേ ഉള്ളു. അതിങ്ങനെ കഥയ്ക്കകത്തോടുണ്ടായ യേശു ക്രിസ്തു ബുദ്ധനും ഒക്കെയാണത്, അല്ലാതെ ആ ബുദ്ധനൊന്നും അല്ല ഇതൊന്നും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബുദ്ധനൊന്നും ഇല്ല. ഒരു ഗ്രാമപ്രദേശത്ത് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ, അന്ന് മനുഷ്യർ തന്നെ ലോകത്ത് 2-3 ലക്ഷമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു 10-500 പേരുടെ നടുവിലിരുന്ന് മിണ്ടിയ ഒരുത്തനാണ് ഈ ബുദ്ധൻ എന്നൊക്കെ പറയുന്നതൊക്കെ. കഥയുണ്ടാക്കി വളർത്തി 2500 വർഷം കൊണ്ട് നാട്ടുകാർ കവിതയും കഥയും ഉണ്ടാക്കി ആളുകളുടെ സ്വപ്നത്തിനകത്തുണ്ടാക്കിയ ബുദ്ധനാണ് ഈ കാണുന്ന ബുദ്ധൻ. അല്ലാതെ നമ്മൾ ഈ ഉണ്ടാക്കിയ ബുദ്ധനും യേശു ക്രിസ്തുവും മുഹമ്മദ് നബിയും ഒന്നും ലോകത്തില്ല, കഥയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഉള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടുന്നവരെ. ഇന്നാണെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ ടെലിവിഷനുണ്ട്, സിനിമയുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരോ കോടിക്കണക്കിന് മനുഷ്യരെയൊക്കെ അറിയുന്നവരായിട്ട് അവർ മാറുന്നുണ്ടാകും. അതുപോലും ഒരു 10 വർഷം അവർ മരിച്ചു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാൽ ഒരു വെറുതെ ഒരു ഓർമ്മ മാത്രമാണ്. ആരും അവിടുന്ന് ആരും അറിയുന്നില്ല. ഒരു കാര്യവും ഇല്ലാത്തൊരു പണിയാണ് അതൊക്കെ. മനുഷ്യരുടെ ഒരു കൊതിയാണ്.